പ്രകാരം മൈത്തത്തുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു മസ്അലയാണ് ജീവിച്ചിരിക്കുന്ന മൃഗത്തിൽ നിന്ന് മുറിച്ചെടുക്കപ്പെട്ട അവയവം. മാ ഖുതിഅ മിനൽ ബഹീമതി വഹിയ ഹയ്യത്തുൻ, അല്ലെങ്കിൽ മാ ഉഖിദ മിനൽ ബഹീമതി വഹിയ മൈത്തത്തുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ജീവനുള്ള മൃഗത്തിൽ നിന്ന് എടുക്കപ്പെട്ടത് മൈത്തത്താണ് എന്ന ആശയത്തിൽ പ്രസ്തുത നിവേദനം നിരൂപണ വിധേയമാണെങ്കിലും ഈ ഒരു ഹുക്മ് പണ്ഡിതന്മാർ ഈ നിവേദനത്തെ അടിസ്ഥാനപ്പെടുത്തി ഉണർത്തിയിട്ടുണ്ട്. ആയത്തിൻ്റെ വിഷയത്തിൽ മൈത്തത്തുമായി ബന്ധപ്പെട്ട് മറ്റൊരു മസ്അലയുള്ളത്, ഇന്നമ ഹറമ അലൈക്കുമുൽ മൈത്ത, നിങ്ങൾക്ക് മൈത്തത്തിനെ ഹറാമാക്കി എന്ന് പറയുമ്പോൾ അത് ഏത് വിഷയത്തിൽ? മൈത്തത്തിനെ ഭക്ഷിക്കുന്ന വിഷയത്തിൽ പ്രത്യേകമാണോ, അതല്ല മൈത്തത്തിനെ ഉപകരിക്കുന്ന വിഷയം മൊത്തത്തിലാണോ? ചില പണ്ഡിതന്മാർ പറഞ്ഞത് മൈത്തത്ത് ഭക്ഷിക്കുന്ന വിഷയത്തിലാണ് ഈ ആയത്ത്. എന്നാൽ മയ്യത്ത് ആയ മൃഗത്തിൻ്റെ മാംസം ഭക്ഷിക്കുന്നതൊഴിച്ച് മയ്യത്തിൽ നിന്ന് ഉപകാരമെടുക്കുന്നത് അനുവദനീയമാണ് എന്നുള്ളതാണ്. ഇവിടെ ഉദ്ദേശം ഭക്ഷിക്കലാണ്. ഇതേപോലെ സൂറത്ത് മാഇദയിലെ ആയത്ത് ഹുർരിമത് അലൈക്കുമുൽ മൈതതു വദ്ദം, മയ്യത്ത് നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. അവിടെയൊക്കെ ഭക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട മസ്അലയാണ്. ഇവിടെയും നമ്മൾ പറഞ്ഞു കുലൂ മിൻ തയ്യിബാതി മാ റസഖ്നാകും, അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യിബാത്തിനെ ഭക്ഷിക്കാൻ കൽപ്പിക്കുകയും അനുവദിക്കുകയും ചെയ്തപ്പോൾ എന്താണ് തയ്യിബാത്ത്, അത് മനസ്സിലാക്കുവാൻ ഭക്ഷിക്കൽ നിഷിദ്ധമായവയെ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണുകയാണ്. അപ്പോൾ ഭക്ഷിക്കലാണ് വിഷയം. സൂറത്തുൽ അൻആമിലെ 145-ാം വചനം, ഖുൽ ലാ അജിദു ഫീമാ ഊഹിയ ഇലയ്യ മുഹറമൻ അലാ താഇമി യത്അമുഹു, ഇവിടെ അലാ താഇമി യത്അമുഹു, ഭക്ഷിക്കുന്നവന് ഭക്ഷിക്കൽ ഹറാമാക്കപ്പെട്ടതായി എനിക്ക് വഹി നൽകപ്പെട്ടതിൽ ഞാൻ കാണുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയിപ്പിക്കുകയാണ്. ഇല്ലാ അൻ തകൂന മൈതതൻ, അപ്പോൾ ഇവിടെ ഭക്ഷിക്കുന്ന വിഷയമാണ് ഈ വചനങ്ങളൊക്കെയും കൈകാര്യം ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ഉണ്ടായിരുന്ന ഒരു ആട് ജീവൻ പോയി. അതിനെ സംസ്കരിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് ചോദിക്കുന്നുണ്ട്, ഹല്ലൻ തഫഅതും ബി ഇഹാബിഹ, ഈ ആടിൻ്റെ തോല് എടുത്ത് നിങ്ങൾക്ക് ഉപകരിച്ചൂടെ എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, ഹിയ മൈതത്തുൻ, അത് ജീവൻ പോയതാണ് എന്ന്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിയിപ്പ് ഇന്നമാ ഹറുമ അക്ലുഹ, അത് ഭക്ഷിക്കുന്നതാണ് ഹറാമാക്കപ്പെട്ടത്, നിഷിദ്ധമായത് എന്ന്. അപ്പോൾ ഈ തെളിവുകളൊക്കെ മുഖവിലക്കെടുത്ത് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് മൈതത്ത് ഭക്ഷിക്കുന്നതാണ് വിലക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. എന്നാൽ പണ്ഡിതന്മാരിൽ വലിയൊരു വിഭാഗം ഇവിടെ ഉദ്ദേശം മൈത്തത്ത് ഭക്ഷിക്കുന്നത് മാത്രമല്ല, മൈത്തത്തിനെ ഉപകരിക്കൽ പൊതുവിലാണ്. ഭക്ഷിക്കൽ ഉൾപ്പെടെയുള്ള ഇതര ഉപയോഗങ്ങൾ പാടുള്ളതല്ല എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ആയത്തിനെ അവർ ഇന്നമ ഹറമ അലൈക്കുമുൽ മൈത്തത എന്നിടത്ത് മൈത്തത്തിനെ ഭക്ഷിക്കൽ ഹറാമാക്കിയിരിക്കുന്നു എന്ന് സങ്കല്പിക്കുന്നതിന് പകരം മൈത്തത്തിനെ ഉപകരിക്കുന്നത് ഹറാമാക്കിയിരിക്കുന്നു എന്നാണ് വിശദീകരിച്ചത്. ചില തെളിവുകളും ആ വിഷയത്തിൽ ഉണർത്തിയിട്ടുണ്ട്. മദ്യം ഹറാമാക്കിയ വിഷയത്തിൽ ചില ആളുകൾ മദ്യപിക്കുന്നത് മാത്രമാണ് നിഷിദ്ധം, എന്നാൽ മദ്യത്തിൽ ഇടപാടുകളാകാം എന്ന് മനസ്സിലാക്കുകയുണ്ടായി. അങ്ങനെ അവർ മദ്യം വിറ്റ് കാശാക്കിയ ചില ചരിത്രങ്ങളുണ്ട്. സമുറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ മദ്യം വിറ്റു. അമീറുൽ മുഅ്മിനീൻ ഉമറിന് വിവരത്തി. ഉമർ ശക്തമായ ഭാഷയിൽ ഖാതലല്ലാഹു സമുറത അലം യഅലം അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലഅനല്ലാഹുൽ യഹൂദ ഹുർരിമത് അലൈഹിമുശ് ശുഹൂം ഫജമലൂഹ ഫബാഊഹ വഅകലു അസ്മാനഹ എന്ന് പറഞ്ഞു. അള്ളാഹുവിൽ നിന്നുള്ള ശാപം സമുറയിൽ ഭവിക്കും. അദ്ദേഹം അറിഞ്ഞിട്ടില്ലേ ജൂതരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ചത്? ജൂതർക്ക് അള്ളാഹു ഷുഹൂം ഹറാമാക്കി, അവരുടെ മേൽ അത് ഹറാമാക്കപ്പെട്ടു. ഷുഹൂം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ കൊഴുപ്പും നെയ്യും. അവരെന്ത് ചെയ്തു? ഫജമലൂഹ വബാഊഹ, ആ നെയ്യ് അവർ ഉരുക്കി അവർ അത് വിറ്റു. എന്നിട്ട് വഅകലു അസ്മാനഹ, നെയ്യ് ഉരുക്കി വിറ്റ കാശ് അവർ ഭക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവർ സാധന സാമഗ്രികൾ വാങ്ങിയിട്ട് ഭക്ഷിച്ചു. എന്നിട്ട് ഉമർ പറഞ്ഞു, വ ഇന്നല്ലാഹ ഇദാ ഹറമ അലാ ഖൗമിൻ അക്ല ശൈഇൻ ഹറമ അലൈഹിം സമനഹു, അല്ലാഹു അസ്സ വജൽ ഒരു ജനവിഭാഗത്തിന് വല്ലതും ഭക്ഷിക്കുന്നത് ഹറാമാക്കിയാൽ അതിൻ്റെ വിലയും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കും. അപ്പോൾ ഈ ഹദീസിൻ്റെ മുഖവിലക്കെടുത്ത് ഒരു വസ്തുവിനെ ഹറാമാക്കിയിട്ടുണ്ട് എങ്കിൽ അത് ഭക്ഷിക്കൽ മാത്രമല്ല, അത് വിൽക്കലും ഇതര ഉപകരിക്കലുമൊക്കെ ഉദ്ദേശമാണ് എന്നാണ് അവർ പറഞ്ഞത്. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു വിഭാഗം ആളുകൾ ഇതേപോലെ മദ്യത്തിൻ്റെ വിഷയത്തിൽ, ഖംറിൻ്റെ വിഷയത്തിൽ
ചോദിക്കുന്നുണ്ട്, മസ്അല ചോദിക്കുന്നുണ്ട്. അൻ ബൈ ഇൽ ഖംരി വ ശിറാഇഹ വ തിജാറത്തി ഫീഹ, മദ്യം വിൽക്കുക, വാങ്ങുക, അതിൽ ഇടപാട് നടത്തുക, അതാകാമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ മുസ്ലിമൂന അൻതും, നിങ്ങൾ മുസ്ലിമീങ്ങളാണോ എന്ന് അവരോട് ചോദിക്കുന്നുണ്ട്. അതേ എന്ന് അവർ പ്രതികരിക്കുമ്പോൾ ഫഇന്നഹു ലാ യസ്ലുഹു ബൈഉഹാ വലാ ശിറാഉഹാ വലാ തിജാറത്തു ഫീഹാ ലി മുസ്ലിമീൻ, ഒരു മുസ്ലിമിനും മദ്യം വിൽക്കാനോ വാങ്ങാനോ അതിൽ ഇടപാട് നടത്താനോ പാടുള്ളതല്ല. വ ഇന്നമാ മസലു മൻ ഫഅല ദാലിക മിൻഹും മസലു ബനി ഇസ്രായീൽ, അങ്ങനെ ചെയ്യുന്നവരുടെ ഉദാഹരണം ഇസ്രായേല്യരുടെ ഉദാഹരണമാണ്. ഹുർരിമത് അലൈഹിമുശ്ശുഹൂം ഫലം യഅ്കുലൂഹ, ഇസ്രായേല്യർക്ക് കൊഴുപ്പുകൾ, നെയ്യുകൾ ഹറാമാക്കപ്പെട്ടു, അതുകൊണ്ട് തന്നെ അവരത് ഭക്ഷിച്ചില്ല. പക്ഷേ അവർ അത് വിറ്റ് കാശാക്കി, ആ കാശ് അവർ ഭക്ഷിച്ചു എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അപ്പോൾ ഇതുപോലത്തെ അസറുകളെ മുഖവിലക്കെടുത്ത് മൊത്തത്തിൽ മൈത്തത്തിനെ ഭക്ഷിക്കൽ മാത്രമല്ല, പിന്നെയോ ഏത് നിലക്കുമുള്ള ഉപകരിക്കൽ പാടുള്ളതല്ല എന്ന് ഈ വിഭാഗം പണ്ഡിതന്മാർ ഉണർത്തി. വീക്ഷണ വ്യത്യാസമുള്ള ഒരു മസ്അലയാണ്. പക്ഷേ ഇവിടെ ഞാൻ ഈ മൈത്തത്ത് എന്ത് എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ടുള്ള ചില മസ്അലകളും അറിയൽ അനിവാര്യമായത് ഉണർത്തി എന്ന് മാത്രം.